പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ വന്ന ഡൗട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടും IPCയും CRPC ഒക്കെ മാറിയ സ്ഥിതിക്ക് നിലവിലത്തെ സിലബസിൽ ആ ഒരു മാറ്റം പ്രതിഫലിക്കുമോ, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ മാറുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ കേരള PSC തന്നെ ഒഫീഷ്യലി നമ്മുടെ സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചുറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിലബസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്നതാണ് നമ്മുടെ സിലബസ്. ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും നമ്മുടെ കാറ്റഗറി നമ്പർ കണ്ടല്ലോ. കാറ്റഗറി നമ്പർ 593/2023 എന്ന് പറയുന്ന CPOയുടേതും അതുപോലെ തന്നെ WCPOയുടേതായിട്ടുള്ള 507/2023 കാറ്റഗറി നമ്പറാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. കൂടാതെ നമ്മുടെ മൗണ്ടഡ് പോലീസിന്റെയും കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ സിലബസ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള PSC വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞൊരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൂടി ഓൺ ആക്കി ഇടാൻ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ CPOയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി 5 മാർക്കിനാണ്. എക്കണോമിക്സിന് 5 മാർക്കിനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന 5 മാർക്കിനാണ്. കേരളം ഭരണവും ഭരണ സംവിധാനവും 3 മാർക്കിനാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന 8 മാർക്കിനാണ്. അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനവും വരുന്ന 3 മാർക്കിനാണ്. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 4 മാർക്കിനാണ്. ഭൗതിക ശാസ്ത്രം ഫിസിക്സ് 3 മാർക്കിന്. കെമിസ്ട്രി 3 മാർക്കിന്. കലാകായികം സാഹിത്യം വരുന്ന 4 മാർക്കിനാണ്. കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന് വരുന്നുണ്ട്. മാത്സ് വരുന്നത് 10 മാർക്കിനാണ്. മാത്സ് മെന്റൽ എബിലിറ്റി വരുന്ന 10 മാർക്കിനാണ്. ഇംഗ്ലീഷ് 10 മാർക്കിന്. മലയാളം 10 മാർക്കിന്. സ്പെഷ്യൽ ടോപ്പിക് ഇവിടെ വരുന്നത് 20 മാർക്കിനാണ് കേട്ടോ. അപ്പൊ ഈ വരുന്ന 20 മാർക്കിൽ വ്യത്യാസം വരുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന 20 മാർക്കിന്റെ കണ്ടന്റിന് വ്യത്യാസം വരുമോ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടന്റ് ഏതും ആയിക്കോട്ടെ, നമ്മുടെ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ CPOയുടെയും അതുപോലെ തന്നെ WCPOയുടെയും കോഴ്സ് നിലവിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ WCPOയുടെയും CPOയുടെയും ക്ലാസ്സുകളുടെ കോഴ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന എല്ലാ PDF മെറ്റീരിയലും, മോക്ക് ടെസ്റ്റുകളും, മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. കോഴ്സിന്റെ ഫീ 500 രൂപ മാത്രമേ ഉള്ളൂ. കോഴ്സിന്റെ ഫീ നിങ്ങൾ ചെയ്യേണ്ടത് 500 രൂപ ഈ പറയുന്ന നമ്പറിലേക്ക് 9991169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. ഈ നമ്പർ വാട്സ്ആപ്പ് എനേബിൾഡ് ആണ്, കോൾ എനേബിൾഡ് അല്ല. ഈ നമ്പറിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ നിങ്ങൾ അതേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ആ പറയുന്ന ഗ്രൂപ്പിലേക്ക്, കോഴ്സിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് മാർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ അത് നോക്കാം. കാര്യം ബാക്കിയുള്ള കണ്ടന്റ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നിട്ടുള്ള മാറ്റം ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ, ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് 20 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. 20 മാർക്സിനാണ് 20 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു PDF കൂടി കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവും. ഇത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ PDF ആണ്. ഇതിനകത്ത് ഇവിടെ കാണാൻ കഴിയും 20 മാർക്കിന് എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്ന് എന്താണ്, ഇന്ത്യൻ പീനൽ കോഡ് IPCയിൽ നിന്ന് 4 മാർക്കിന് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്രാവശ്യം കണ്ടോ, അത് അങ്ങനെയല്ല. പാർട്ട് 1 4 മാർക്കിന് എന്ന് പറഞ്ഞിട്ട് ജനറൽ എക്സെപ്ഷൻസ് ഇൻ ഒഫൻസസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. IPC എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് നിന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് മാറും, നമ്മുടെ ഈ പറയുന്ന പുതിയ സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലോട്ട് ക്വസ്റ്റ്യൻസ് മാറാനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള സാധ്യതകൾ. കാരണം IPC എന്ന് പറയുന്ന ഒരു സാധനമേ സിലബസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് പഴയ സിലബസ് ആണ്. പഴയ സിലബസിൽ നിന്ന് IPC ഉണ്ടായിരുന്നു, പക്ഷെ പുതിയ സിലബസിൽ എന്തായിട്ട് മാറി, IPC മാറ്റിയ ശേഷമാണ് പാർട്ട് 1 അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡിയാണ്. കണ്ടല്ലോ, ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡിയിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമനിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഒഫൻസസ് അഗെയിൻസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ബെയിലബിൾ ഒഫൻസ്, കോഗ്നിസിബിൾ, നോൺ കോഗ്നിസിബിൾ, അതുപോലെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമൻസും വാറണ്ടും എന്താണ്, അതുപോലെ തന്നെ എന്താണ്, പിന്നെ എക്സ്പേർട്സ് ഒപ്പീനിയൻ, കേരള പോലീസ് ആക്ട് നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് തന്നെയാണ്. NDPS ആക്ട് 2 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോക്സോ 2 മാർക്കിന് ചോദിക്കുന്നുണ്ട്. IT ആക്ടിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്ന് 2 മാർക്ക് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പുറത്തു പോകത്തില്ല, കംപ്ലീറ്റ് കവർ ചെയ്ത് കൈ തരുന്നതായിരിക്കും. കാര്യം കഴിഞ്ഞ പ്രാവശ്യം CPO നമ്മൾ വെറുതെ ഒരു ക്ലാസ് എടുത്തിട്ട് പോലും അതിന്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിയവർക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും. അപ്പം നമ്മുടെ CPOയും WCPOയും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന PDF അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കഴിഞ്ഞ വർഷത്തിനകത്താണെങ്കിൽ IPC പഠിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ സെക്ഷനായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സെക്ഷൻസ് എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ, അതാണ് അവർ സെക്ഷൻസ് കൊടുക്കാത്തത്. അതുപോലെ തന്നെ നമുക്ക് CRPC ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം CRPC പഠിക്കാനില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അപ്പോൾ പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇല്ല. അപ്പൊ അതൊക്കെ ഞാൻ നമ്മുടെ CPOയുടെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മാറ്റം എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വ്യക്തമായിട്ട് ആ മാറ്റം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാക്കി സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് തന്നെ ഇതിന്റെ PDF ഇട്ടേക്കാം. അപ്പൊ PDF നിങ്ങൾ ശ്രദ്ധിക്കാൻ നേരത്ത് PDFിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. PDF നമ്മുടെ കോമൺ ടെലഗ്രാം ചാനലിനകത്ത് ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക, PDF അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നിനകത്തും ചരിത്രം, ഭൂമിശാസ്ത്രം, നമ്മുടെ ധനതത്വ ശാസ്ത്രത്തിനകത്തൊക്കെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും മുന്നോട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ കംപ്ലീറ്റ് മാർക്കും ഗ്യാരണ്ടി തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ CPO പരീക്ഷ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ WCPO പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ കോഴ്സിലേക്ക് കൂടി ജോയിൻ ചെയ്ത് മാർക്ക് ഉറപ്പിക്കുക. അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വായിച്ച് റിവൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.